ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവവചനത്തിൽ ഏറെ രക്ഷിക്കാം, അനുഗ്രഹിക്കാം, സൗഖ്യം തരാം എന്ന വാഗ്ദാന വചനങ്ങളുണ്ട്. ഈ വാഗ്ദാന വചനങ്ങളൊക്കെ ആർക്ക് നൽകപ്പെട്ടതാണ്? അത് ദൈവമക്കൾക്ക്, ദൈവജനമായ നമുക്ക് നൽകപ്പെട്ടതാണ്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളെന്ന നിലയിൽ ആയിരുന്നുകൊണ്ട്, അത് കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പരമാവധി പാപത്തെ ഒഴിവാക്കി ജീവിക്കാൻ പരിശ്രമിച്ച് നമുക്ക് സാധിക്കുന്ന പോലെയൊക്കെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറിക്കൊണ്ട്, അങ്ങനെ ദൈവത്തിൻ്റെ മകളെന്ന നിലയിൽ നമ്മൾ ആയിരുന്നുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ വാഗ്ദാന വചനങ്ങൾ ഏറ്റുപറഞ്ഞ് അത് അവകാശപ്പെടണം, അത് ക്ലെയിം ചെയ്യണം. അപ്പോൾ ഈ ദൈവവചനത്തിലെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. അപ്പം അങ്ങനെയെങ്കിൽ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദൈവവചന ഭാഗം ഇതാ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യം. എൻ്റെ 17-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം അതാണ്. ഇപ്രകാരം വചനം പറയുന്നു: ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ കർത്താവ് പറയുവാണ്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഇപ്പം എന്ന് പറഞ്ഞാൽ പണ്ട് ആരോഗ്യം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആരോഗ്യം നശിച്ചുപോയി, രോഗം വന്നു, കഷ്ടപ്പാട് വന്നു, വേദന വന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കും ദൈവജനത്തോടെ പറയുക. ഇത് പറയുമ്പോൾ ഇത് സ്വീകരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അന്നത്തെ സാഹചര്യം എന്തായിരുന്നു? അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, പാപത്തിൽ വീണുപോയി. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അടിമത്വവും കഷ്ടപ്പാടും അങ്ങനെ വന്നു. അപ്പോൾ ആ സാഹചര്യത്തെ ദൈവം പറയാം, ഞാൻ വീണ്ടും നിങ്ങളെ സമുദ്ധരിക്കും, വീണ്ടും നിങ്ങൾക്ക് ആരോഗ്യം നൽകും, വീണ്ടും ഐശ്വര്യം നൽകും. എപ്പോഴാണ്? നിങ്ങൾ ഈ പാപത്തെ ഉപേക്ഷിച്ച് എന്നിലേക്ക് തിരിയുമ്പോൾ. അപ്പം അതുകൂടി നമ്മുടെ മനസ്സിലേക്ക് വെക്കാം. എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സഹനമുണ്ടോ, വേദനയുണ്ടോ, രോഗമുണ്ടോ, ആരോഗ്യക്കുറവുണ്ടോ, ഐശ്വര്യക്കുറവുണ്ടോ, ഈ ദൈവത്തിൻ്റെ വചനം അവകാശപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറയാണ്, വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും. നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്തുകയും നമുക്ക് ആരോഗ്യം നൽകുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എപ്രകാരം പ്രാർത്ഥിക്കണം? വചനം ഏറ്റുപറഞ്ഞിട്ട് പറയുക, ഈശോയെ, ദൈവമേ, സർവശക്തനായ ദൈവമേ, ഈ ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിൻ്റെ വാക്കാ, ഇത് നിൻ്റെ വാഗ്ദാന. ഈ ദൈവിക വാഗ്ദാനം എൻ്റെ മേൽ നീ പൂർത്തീകരിച്ച് തരണം. എപ്രകാരം അവകാശപ്പെട്ട് ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ മേൽ പൂർത്തീകരിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.